പ്രൈസറോ കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എല്ലാ ദൈവഭക്തന്മാർക്കും സർവ്വലോകത്തിലുള്ള സകല ജനത്തിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 91 സങ്കീർത്തനം എന്റെ 13 വാക്യം. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുപ്പാമ്പിനെയും നീ മെതിച്ചു കളയും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. 91 സങ്കീർത്തനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സംരക്ഷണവും ഭക്തന്റെ സുരക്ഷിതത്വത്തെ കുറിച്ചാണ്. ഈ 91 സങ്കീർത്തനം ഹല്ലേലൂയ 1 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു. നല്ലൊരു ശതമാനം ദൈവമക്കളും കാണപ്പാടും പഠിച്ചു വെച്ച് പറയുന്ന ഒരു സങ്കീർത്തനമാണ് 91 സങ്കീർത്തനം. വളരെ അനുഗ്രഹിക്കപ്പെട്ട എല്ലാവരും പഠിക്കണമെന്ന് ഞാനും പറയുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് നമ്മളെല്ലാവരും ആ വചനത്തിൽ ആശ്രയിക്കും, ആ വചനം എടുത്ത് പറയുകയും ശുശ്രൂഷിക്കുകയും ആ ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വചനങ്ങൾ എടുത്ത് ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതൊരു വിടുതലാണ്. എല്ലാ കാലഘട്ടത്തിലുമുള്ള ദൈവമക്കളുള്ള ഒരു വാക്തത്വമാണിത്. പഴയ നിയമഭക്തന്മാർക്ക് മാത്രമല്ല, പുതിയ നിയമസഭയ്ക്ക് ഉള്ള ശക്തമായൊരു വാക്തത്വമാണ്. നല്ലൊരു പ്രവചന ദൂതാണ്. എന്താണ്? സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും. പ്രൈസലോ. പരിശുദ്ധന്മാർ ഇവിടെ വചനം രേഖപ്പെടുത്തുമ്പോൾ 2 ശക്തമായ കാര്യങ്ങളാണ് പറയുന്നത്. സിംഹം എന്ന് പറയുന്നത് മനുഷ്യനെ ഇരയാക്കുന്ന സാധനമാണ്. മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ആ ക്ഷണത്തിൽ മനുഷ്യനെ ഇരയാക്കും, കടിച്ചു കീറി അതിന്റെ വിശപ്പടക്കും. അത്ര ശക്തിയുള്ളതാണ് സിംഹം, വനത്തിലെ രാജാവ്. അണലി എന്ന് പറയുന്നത് മനുഷ്യനെ ഭയപ്പെടുത്തും. അണലി കടിച്ചാൽ മരണം എന്നുള്ള ഉറപ്പാണ്. നമ്മൾ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇന്നും അണലി കടിച്ചാൽ എത്ര പേരാണ് മരിക്കുന്നത്? ഈ 2 ശക്തമായ വാക്കുകൾ ഇവിടെ രേഖപ്പെടുത്തി ദൈവാത്മാവ് നമ്മോട് ഈ ദൂത് പറയുമ്പോൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അഥവാ കർത്താവായ യേശുക്രിസ്തു ഇവിടെ വീണ്ടും ജന്മം പ്രാപിച്ച, ആത്മരക്ഷ പ്രാപിച്ച, നിത്യജീവന്റെ അവകാശികളായിരിക്കുന്ന ദൈവജനം ഒരിക്കലും ഈ ലോകപ്രകാരമുള്ള സിംഹത്തെയും അണലിയെയും കണ്ട് ഭയപ്പെടുകയില്ല. അതിനെ മെതിക്കുവാൻ, ചവിട്ടുവാനുള്ള അധികാരമാണ് ദൈവമക്കൾക്ക് ദൈവം തന്നിരിക്കുന്നത്. അല്ലേലും രക്തം വിശ്വസിക്കുന്ന ദൈവമക്കളെ സ്തോത്രം പറഞ്ഞാട്ട്. അല്ലേരിയ. എന്നാൽ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ സിംഹത്തിന്റെ ശക്തിയിലും ബലത്തിലും ആകർഷണീയരായ ചില ആളുകളുണ്ട്. സിംഹത്തിന്റെ ശക്തിയിലും ബലത്തിലും ആകർഷണീയരായ ചില ആളുകളുണ്ട്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾക്കകത്ത് നമുക്കിത് കാണാൻ കഴിയും. അങ്ങനെയുള്ളവരുടെ മക്കൾ, അവർക്ക് മക്കൾ ജനിക്കും. അങ്ങനെയുള്ള മക്കൾക്ക് പേര് നൽകുന്ന ചിലർക്ക് ബാലസിംഹം എന്ന, ചിലർക്ക് ബാലസിംഹം എന്ന് പേര് വരും, ചിലർക്ക് നരസിംഹം എന്നുള്ള പേരുണ്ട്. നമുക്കറിയാം, സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ഈ വടക്കേന്ത്യൻ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഡൽഹി മോളുള്ള പ്രദേശം നോക്കിയാൽ അങ്ങനത്തെ പേരുണ്ട്. ബാലസിംഹ, ഹല്ലേലൂയ, നരസിംഹ, ഹല്ലേലൂയ, ബാലസിംഹം എന്നുള്ള പേര്. ഹല്ലേലൂയ. അങ്ങനെയുള്ള പേരുകളാണ് അവർക്ക് ഇട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചപ്പോൾ സിലോൺ അഥവാ ശ്രീലങ്ക പോലെയുള്ള ദേശത്തിലെ സിംഹം തന്റെ ഒരു കാലിൽ വാൾ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രത്തെ അവിടെ കൊടുത്തിരിക്കുന്നുവെന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ചു. വാൾ പിടിച്ച സിംഹത്താൽ എത്രയധികമായി രക്തം വെറുതെ അവിടെ ചീന്തിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതെ, ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ. ബാലസിംഹം, നരസിംഹം എന്ന് ഇത്യാദി പേരുകൾ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്കിട്ടാലും, അവര് സിംഹബലത്തിലും അതിന്റെ ശക്തിയിലും ആശ്രയിച്ചാലും ലോകപ്രകാരമുള്ള സിംഹത്തെ കാണുമ്പോൾ അല്ലേലിയ അവർ ഭയപ്പെടുക തന്നെ ചെയ്യും. അണലിയെ കാണുമ്പോൾ ഭയപ്പെടും. പേരിനകത്ത് വലിയ അർത്ഥങ്ങളൊന്നുമില്ല. അല്ലേലിയ. പേരുകൊണ്ട് നമുക്ക് ആമെ പ്രശംസിക്കാനൊന്നുമില്ല. പിന്നെ എന്നാൽ ഇവിടെ വചനം പറയുന്നത്, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കള് അവർക്ക് സിംഹമെന്നോ ബാലസിംഹമെന്നോ നരസിംഹമെന്നോ അല്ലെങ്കിൽ നരസിംഹം എന്നൊന്നും പേരില്ലെങ്കിലും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ പേരെന്തായിരുന്നാലും അവർ ഈ സിംഹത്തിന്മേലും അണലിന്മേലും ചവിട്ടും. അത് ദൈവം തന്ന അധികാരമാണ്. ഈ പ്രഭാതത്തിൽ ദൈവം കേട്ടുകൊണ്ടിരുന്ന മാതാവേ, പിതാവേ,
നീ ഭയപ്പെട്ടു പോകണ്ട, സിംഹത്തിന്മേലും മണലിമേലും ചവിട്ടുവാൻ എന്ന് പറഞ്ഞ രണ്ട് ശക്തികളാണ് സിംഹം അണലി. രണ്ടും മാരകമായ അനുഭവം തരുന്നത്. അതിന്മേലുള്ള അധികാരമാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം പറഞ്ഞാട്ട് നീ പിന്നെ എന്തിനു ഭാരപ്പെടണം? സ്തോത്രം. ലോക മനുഷ്യനായി നീ ജീവിച്ചൊരു കാലഘട്ടമുണ്ട്. ലോക മനുഷ്യനായി നടന്നൊരു കാലഘട്ടമുണ്ട്. അന്ന് നിനക്ക് സകലത്തെയും പേടിയായിരുന്നു. പക്ഷെ നിന്റെ ഭയത്തെ മാറ്റുന്ന ദൈവത്തിന്റെ വാക്തത്വങ്ങൾ, ദൂതുകൾ നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് സ്പർശിച്ചിറങ്ങിയാൽ, ആ വചനത്തിൽ നീ ആശ്രയിച്ച, വചനത്തിൽ പ്രാർത്ഥിച്ച് നിന്റെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്താൽ, ലോകശക്തികൾ ഒന്നടങ്കം ഇളകി വന്നാലും നിനക്കൊന്നും ഭയപ്പെടേണ്ടി വരത്തില്ല. പ്രൈസറോ. കാരണം ഇത് കർത്താവ് പറഞ്ഞ വാക്തത്വമായി യഹോവയായി ദൈവം പഴയ നിയമ ഭക്തന്മാർക്ക് നൽകിയ വാക്തത്വമാണ്. പുതിയ നിയമസഭയ്ക്ക് കർത്താവായ യേശുക്രിസ്തു നൽകുന്ന ശക്തമായ ദൂത് വാക്തത്വമാണ്. ആ വചനം ഏറ്റെടുത്തങ്ങ് സ്തോത്രം ചെയ്യണം, രക്തം ചെയ്യണം. നിങ്ങൾ പലതിനെ ഭയപ്പെട്ട് ഭവനത്തിനകത്തിരിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പുറത്തിറങ്ങുവാൻ കഴിയാതെ അകത്ത് തന്നെ ഇരിക്കുന്ന ചില വ്യക്തികളോട് പറയട്ടെ, സിംഹത്തിന്മേലും മണലിന്മേലും ചവിട്ടുമുള്ള അധികാരം ദൈവം നിനക്ക് തന്നിരിക്കുന്നുള്ള ഉറപ്പോടെ നീ ലോകത്തെ ജയിക്കണം. പ്രൈസലോ. ലോകത്തെ ജയിക്കണം, രക്തം ചെയ്യണം. അപ്പൊ ഈ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3:15 വായിക്കാൻ കഴിയും. അല്ലേലൂയ. ദൈവിക ശാപത്തിന്റെ പ്രതിനിധിയാണ് മുഴങ്ങി കേൾക്കുന്നത് ഇവിടെ. അല്ലേലൂയ. മുഴങ്ങി കേൾക്കുന്നത്. സ്തോത്രം. ഈ ഒരു വാക്യത്തോടനുബന്ധിച്ച് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. അല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. പ്രൈസലോട്. അല്ലേലൂയ. ആമേ. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ദൈവം സൃഷ്ടിച്ച ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദവും ഔവയും അവർക്ക് മനോഹരമായി പാർക്കുവാൻ ദൈവം കിഴക്കേതനിൽ തോട്ടം ഉണ്ടാക്കി അവരെ അവിടെ വസിപ്പിച്ചു. എന്നാൽ കൗശലക്കാരനായി സാത്താൻ പാമ്പ് രൂപത്തിൽ വന്ന് ആദമിനെ ഔവയും പാപത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ ദൈവം പാമ്പിനെ ശപിച്ചതാണ് നമ്മളവിടെ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, അല്ലയോ സ്തോത്രം, പാമ്പിനെ ദൈവം ശപിക്കുന്നു. അല്ലയോ. ദൈവം ആദ്യം പാമ്പിനെ ശപിക്കുന്നു. പാമ്പ് ഉരസുകൊണ്ട് ഗമിക്കുകയും പൊടി തിന്നുകയും ചെയ്യും എന്നായിരുന്നു ആ ശാപം. ഇതിൽ നിന്ന് പാമ്പ് നേരത്തെ ഉരസുകൊണ്ട് ഗമിക്കുന്ന ഒരു ജന്തുവായിരുന്നില്ല, ഇഴജന്തുവായിരുന്നല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലേലൂയ. പൊടി തിന്നും എന്ന് പറഞ്ഞാൽ ആ നിലയിലേക്ക് അധപ്പതിക്കും എന്നാണ് അർത്ഥം. അല്ലേലൂയ. അപ്പം ദൈവശാപം വന്നതിന് ശേഷമാണ് പാമ്പ് നിലത്തെ ഉരസുകൊണ്ട് ഗമിച്ച് നിലത്തെ പൊടി തിന്നുമെന്ന് പറഞ്ഞത്. അതിനുമുമ്പ് പാമ്പിന്റെ രൂപം എന്തായിരുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. അത്രമാത്രം അധംപതനത്തിലേക്ക്, ശാപത്തിലേക്ക് തള്ളിക്കളഞ്ഞ ഒരു സാധനമാണ് സർപ്പം, പാമ്പ് എന്ന് പറയുന്നത്. വേദപുസ്തകം കേട്ടോ. ലേലിയ. പിന്നെ നീ എന്തിനു വേണം അതിനെ ഭയപ്പെടണം? അതിനെ ഭയപ്പെടണ്ട. ലേലിയ. അപ്പൊ സ്ത്രീയുടെ സന്തതിയായ ക്രിസ്തു, സ്ത്രീയുടെ സന്തതി അതിന്റെ തല തകർക്കുമെന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. വേദപുസ്തകത്തിലെ ആദ്യ പ്രവചനമാണ് നമ്മൾ വായിച്ചത്. സ്ത്രീയുടെ സന്തതിന്റെ തല തകർക്കും, അല്ലെങ്കിൽ സർപ്പത്തിന്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് ക്രിസ്തുവിനെയാണ്. സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത് ക്രിസ്തുവിനെയാണ്, അല്ലേ? അവൻ പുരുഷന്റെ സന്തതിയല്ല. യേശു പുരുഷന്റെ സന്തതിയല്ല. അല്ലേലൂയ. സ്ത്രീയുടെ സന്തതി മാത്രമാണ്. സ്ത്രീയുടെ സന്തതിക്കും സാത്താനും തമ്മിൽ ശത്രുതയുള്ള കാര്യം ഇവിടെ ദൈവം സൂചിപ്പിക്കുക. അവൻ നിന്റെ തല തകർക്കും എന്ന് പറയുന്നത് കാൽവരി ക്രൂശിൽ കർത്താവ്, അല്ലേലൂയ, സാത്താന്റെ തലയെ തകർത്ത് കളഞ്ഞ് ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് 40 നാളുകളിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി 40-ാം ദിവസം സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ യേശു കർത്താവ് പറയുകയാണ്, അല്ലേലൂയ, നീ സിംഹത്തിന്മേലും മണലിന്മേലും നീ ചവിട്ടും, അല്ലേലൂയ എന്ന്. അതേ പ്രിയതേ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. അപ്പൊ യേശു പുരുഷന്റെ സന്തതിയല്ല, സ്ത്രീയുടെ സന്തതിയാണ്. അല്ലേലൂയ. എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പലർക്കും അല്ലേലൂയ പല ആമേലൂയ വാദപ്രതിവാദങ്ങളുമുണ്ട്. അതിനകത്തൊന്നും വലിയ പ്രശസ്തിയൊന്നുമില്ല. യേശുവിന്റെ ജനനം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അതിനെക്കുറിച്ച് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവ് ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായി യോസേപ്പ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകവാദം വരുത്തുവാൻ അവന് മനസ്സിലാക്കിക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേപ്പെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവൾ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകും. അവൾ ഒരു മകനെ പ്രസവിക്കും. ഹല്ലേലൂയ. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ടെന്ന് അവന് യേശു എന്ന് പേരിടണം. അപ്പം മറിയയ്ക്ക് അവന് ദാവീദിന്റെ മകനായ യോസേപ്പിനെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന സമയത്താണ് മറിയ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായത്. അവർ കൂടി വരും മുമ്പേ. ഹല്ലേലൂയ. അപ്പം പുരുഷന്റെ സന്തതിയല്ല, സ്ത്രീയുടെ സന്തതി. അപ്പൊ യേശു പരിശുദ്ധാത്മാവിൽ മറിയയുടെ ഉദരത്തിൽ ജനിച്ചു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ടോടെ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അല്ലച്ച് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു. യോസേപ്പ് ഉറക്കമുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു ആദിജാതനായ മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകനെ അവർ യേശു എന്ന് പേരിടും. കാരണം ആദിജാതനായിരിക്കുന്ന മകൻ യേശു ക്രിസ്തുവിനെ ജനിക്കുന്നിടം വരെ മറിയയുടെ ഭർത്താവായിരിക്കുന്ന യോസേപ്പ് മറിയെ പരിഗ്രഹിച്ചില്ല. അപ്പോൾ പുരുഷന്റെ സന്തതിയല്ല, യേശു സ്ത്രീയുടെ സന്തതിയാണ് എന്ന് പറഞ്ഞ ദൈവപുത്രനാണ്. പിന്നെ നിങ്ങൾ നിഷേധിച്ചാലും ആ നിഷേധിക്കുന്ന വാക്കുകൾ കൊണ്ട് വലിയ അർത്ഥങ്ങളൊന്നുമില്ല ശ്രോതാവേ. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യാശയാണ്, ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഞങ്ങൾക്ക് സന്തോഷമാണ്, ആനന്ദമാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് ഞങ്ങളോടുള്ള വാക്തത്വമായതുകൊണ്ട്, ദൈവത്തിന്റെ വാക്തത്വമാണ്, ദൈവജനത്തോടുള്ള വാക്തത്വമായതുകൊണ്ട്, വിശ്വസിക്കുന്ന ദൈവഭക്തന്മാരുടെ ദൈവഭക്തിയുള്ള വാക്തത്വമായതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ കാലഘട്ടത്തിലും ഹല്ലേലൂയ ഞങ്ങൾ അതിൽ വിശ്വസ്തരാണ്. ഞങ്ങൾ സാത്താന്റെ തലയെ തകർക്കുക തന്നെ ചെയ്യും. പ്രൈസലോ. സാത്താനെ കണ്ട്, സർപ്പത്തെ കണ്ട് ഞങ്ങൾ ഭയപ്പെടത്തില്ല, അതിന്റെ തല തകർക്കും. ദൈവത്തിന്റെ അധികാരമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യേശു സ്ത്രീയുടെ സന്തതിയാണ് എന്ന് വീണ്ടും യോഹന്നാൻ പറയുന്ന ഭാഗം കൂടെ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 1-ാം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. എന്താണ്? വചനമാണ് ജഡമായി തീർന്നത്. ഈ വചനമാണ് മറിയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിൽ അല്ലെങ്കിൽ മനുഷ്യരൂപമായി ഉടലെടുത്തത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം 1 തൊട്ട് വായിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്ന ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞവൻ തന്നെ. ഹല്ലേലൂയ. ഈ ഭാഗങ്ങളൊക്കെ വായിച്ചാൽ യേശു ക്രിസ്തു ദൈവപുത്രനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുരുഷന്റെ ഇഷ്ടത്താൽ ജനിച്ചതല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലാണ് മറിയയുടെ ഉദരത്തിൽ യേശു ജനിച്ചത്. പ്രൈസലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, പാപമില്ലാത്ത വ്യക്തിയായിരുന്നു യേശു. പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, നിഷ്കളങ്കൻ, പരിശുദ്ധൻ, വചനമായിരിക്കുന്നവൻ ജഡം ധരിച്ചു, നമ്മുടെ ഇടയിൽ പാർത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി. എന്തിന്? മാനകുലത്തെ രക്ഷിപ്പാൻ വേണ്ടി, പാപത്തിൽ വീണുകിടക്കുന്ന ജനത്തിന് രക്ഷ നൽകാൻ വേണ്ടി. ഹല്ലേലൂയ. ആദാമ്യ വർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അന്നത്തെ യാഗങ്ങൾക്കും വഴിപാടുകൾക്കും മൃഗബലിക്കും കഴിയാതിരുന്നപ്പോൾ, അന്നത്തെ പുരോഹിതന്മാർക്ക് കഴിയാതിരുന്നപ്പോൾ, അന്നത്തെ പെരുന്നാളുകൾക്കും മറ്റൊരു വഴിപാടുകൾ കൊണ്ടും കഴിയാതിരുന്നപ്പോഴാണ് കാലസമ്പൂർണതയിൽ ഹല്ലേലൂയ പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് തെറ്റായ ഊഹാപോഹങ്ങൾ പറഞ്ഞു പരത്തുന്നവരും, തെറ്റായി ചിന്തിക്കുന്നവരും, തെറ്റായി വ്യാഖ്യാനിക്കുന്നവരും, തെറ്റായി സംവാദത്തിന് വേണ്ടി വരുന്നവരോട് പറയട്ടെ, യേശു ദൈവപുത്രൻ തന്നെയാണ്, അവൻ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ.
ഒരിക്കലും മാറ്റമില്ല. വിശുദ്ധ വേദപുസ്തകത്തെ വളച്ചൊടിക്കുവാൻ, വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വളച്ചൊടിക്കുവാൻ ശ്രമിക്കുന്ന അനവധി ദുരുപദേശകന്മാർ, അനവധി നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ദൈവമില്ലെന്ന് പറയുന്ന മൂടന്മാർ, തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ഒന്നടങ്കം കഴിഞ്ഞ് 2024 വർഷമായിട്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ തുടച്ചു മാറ്റുവാൻ, തകർത്തു മാറ്റുവാൻ, ദൈവസഭകളെ, ദൈവമക്കൾ ഇത് പറയുന്നവരെ തല്ലിപിടയ്ക്കുവാൻ, തകർക്കുവാൻ, നശിപ്പിക്കുവാൻ, കൊന്നൊടുക്കുവാൻ നോക്കിയിട്ടും ഒരിക്കലും സാധിക്കാതെ വരുന്നതിന്റെ കാരണം ഞങ്ങൾ ദൈവപുത്രന്റെ മക്കളായതുകൊണ്ടാണ്. ഞങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. ലേലിയ, ഞങ്ങൾ ഒരാൾ മരിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥാനത്ത് ദൈവം 10 പേരെ എഴുന്നേൽപ്പിക്കും. പ്രൈസലോ ലേലിയ. അതുകൊണ്ട് നിങ്ങൾ ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നെങ്കിൽ ഈ ലോകത്തിൽ നിനക്ക് നേരെ ഗർജിച്ചു നിൽക്കുന്ന സിംഹത്തെ അണലിയെ നീ ചവിട്ടേണ്ട കാര്യമില്ല, അതിനെ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ലേലിയ, അല്ലെങ്കിൽ അതിനകത്ത് നീ ഭാരപ്പെട്ടു പോകണ്ട. സിംഹത്തെ ഈ മണലിൽ നീ ചവിട്ടും. അതിന്റെ തലയെ നീ തകർക്കും. അല്ലെങ്കിൽ നോക്കിക്കേ, കഴിഞ്ഞ നാളുകളായിട്ട് ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും തലമുറയ്ക്കുന്നതിന് സിംഹം ഗർജിക്കുന്നത് പോലെ സുവിശേഷ വിരോധികൾ ഗർജിച്ചുകൊണ്ടിരിക്കുക. ആണലി വിഷം ചീറ്റുന്നത് പോലെ ദൈവമക്കൾക്കെതിരെ ആണലി വിഷമുള്ള അല്ലെങ്കിൽ ജനം ദൈവസഭയ്ക്ക് നേരെ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുക. എന്നിട്ടൊക്കെ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാനും കഴിയില്ല. കാരണം ഇത് ദൈവം നട്ടതാണ്. അല്ലേ? തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയില്ലെന്ന് പഴമക്കാർ പറയുന്ന പോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, ആദാമ്യ പാപത്തിന് പരിഹാരം വരുത്തി വിശുദ്ധ ജീവിതം നയിക്കുന്നവർ, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നിറയപ്പെട്ട ദൈവജനത്തിന് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തമാണ് അണലിമേലും അല്ലെങ്കിൽ സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടുമെന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഈ ലോകത്തിൽ ദൈവസഭയ്ക്ക് ദൈവമക്കൾക്കെതിരെ ഗർജിച്ചു നിൽക്കുന്ന സിംഹത്തെയും ആശ്ചര്യമായി മാനുഷിക സിംഹങ്ങൾ, അല്ലേലിയ, ദൈവസഭയുടെ വിരോധികളായിരിക്കും, ശത്രുക്കളായിരിക്കും സിംഹങ്ങൾ, ദൈവസഭയ്ക്കും ദൈവമക്കൾക്കെതിരെ വിഷം ചീറ്റുന്ന അണലിയെ ഞങ്ങൾ കണ്ട് ഭയപ്പെടത്തില്ല. കാരണം ഞങ്ങൾ വീണ്ടെടുപ്പിന്റെ അനുഭവമുള്ളവരാ, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാ. ഈ കാണുന്ന ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, സകലത്തെയും അല്ലുരിയ അധികാരത്തോടുകൂടി നിയന്ത്രിക്കുന്നവൻ, രാഗത്തിന്റെ ഉടയവൻ, അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കുന്ന ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവൻ, സൂര്യനെ ചന്ദ്രനെ സൃഷ്ടിച്ചവൻ, അതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുമാറാക്കുന്നവൻ, കൂടാനുകൂടി നക്ഷത്രങ്ങളെ അലിയെ സൃഷ്ടിച്ചവൻ, കടലിനെയും കരയും വേർതിരിച്ചവൻ, അതിനെ മണൽ കൊണ്ട് അതിരിട്ടവൻ, അല്ലേലിയ സ്വോത്രം, സകലത്തെയും പേർ ചൊല്ലി വിളിക്കുന്നവൻ, അല്ലേലിയ, അത് കർത്താവായ യേശുക്രിസ്തു, സ്ത്രീയുടെ സന്തതി, അല്ലേ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവാണ് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ഇതിനോട് ദൂത് പറയുന്നത്, നീ അവൻ സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടുവെന്ന്. പ്രൈസലോ. ആ കരമടിച്ചൊക്കെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആലോചന ഏറ്റെടുത്തും ദൈവത്തെ സ്തുതിച്ചാട്ട് നീ പലതിനെയും ഭയപ്പെട്ട് ഭവനത്തിൽ ഇരിക്കാതെ, പലതിനെയും ഭയപ്പെട്ട് നീ നിരാശനായി മാറാതെ, പലതിനെയും ഭയപ്പെട്ട് നീ പുറത്തേക്ക് വരുവാൻ കഴിയാതെ അകത്ത് തന്നെ ഇരുന്ന് നിരാശനായി ഒരു മാനസിക രോഗിയെപ്പോലെ നീ ആയിരിക്കാതെ നീ പുറത്തിറങ്ങി വരണം. നിനക്കൊരു അധികാരം ദൈവം തരാൻ പോവുകയാണ്. രക്തജയം, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിനാൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ വിടുതൽ പ്രാപിക്കണം. പ്രൈസലോ. അപ്പൊ അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം തന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-12 വാക്യത്തിൽ വായിക്കുന്നു. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, കേട്ടോ, ഏവർക്കും, നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ഏവർക്കും എന്ന് പറയുമ്പോൾ സകല ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരം വരെ പാർക്കുന്ന ഈ ലോകത്തിന് 7 ഭൂഖണ്ഡങ്ങളുമായിരിക്കുന്ന 800 കോടിയിലധികം ജനത്തെയും തലമുറകളെയും എണ്ണത്തെപ്പെടാത്തവരെയും കർത്താവ് കണ്ടിട്ടാണ് പറയുന്നത്. അവരുടെയൊക്കെ മേൽ അധികാരമുള്ള കർത്താവാണ് പറയുന്നത്. അവനെ എന്ന് പറഞ്ഞ് യേശുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുന്ന ദൈവഭവനത്തിന്റെ അധികാരം തരുന്നു. അങ്ങനെ ദൈവമക്കളായി ദൈവഭവനത്തിന്റെ അധികാരം പ്രാപിച്ച ദൈവമക്കൾക്ക് നൽകുന്ന ദൂതാണ്, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. അല്ലേലിയ. വാഗ്ദത്തമാണ്. ദൈവദാസിനെ ദാസിയെ നീ ഭാരപ്പെട്ട ദൂത് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്ക്. ഈ പ്രഭാതത്തിൽ തന്നെ കുടുംബത്തിനെ വ്യാപരിക്കുന്ന അന്യായ ബന്ധനങ്ങളെ, അന്യായ കെട്ടുകളെ, ചില ദുരാത്മാവിന്റെ കെട്ടുകളെ ഇപ്പോൾ തന്നെ യേശുവിനെ അഴിച്ചു വിടും. കേട്ടോ, രക്തം ചെയ്യും. നീ നിന്റെ കുടുംബവും വിടുതൽ പ്രാപിക്കും. പ്രൈസലോ. നമ്മൾ ഒന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ലെന്നേ.
ഒരിക്കൽ മാത്രമേ ഇവിടെ ഭൂമി ജീവിക്കാൻ പറ്റത്തുള്ളൂ. രണ്ടാമതൊരു ജീവിതമൊന്നുമില്ല. ജീവിക്കുന്ന കാലം കർത്താവ് യേശു ക്രിസ്തുവിനോട് വിശുദ്ധിയോടെ അധികാരത്തോടെ ജീവിക്കണം. Praise the Lord. അപ്പൊ ഒരു ദൈവജനത്തിന്, ദൈവദാസന്, ദൈവദാസിക്ക്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തന് ദൈവം തരുന്ന അധികാരം എന്ന് പറഞ്ഞാൽ ഈ സകല ലോകത്തിലുമുള്ള സകല രാജാക്കന്മാർക്കും രാജ്ഞന്മാർക്കും പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ അല്ലെങ്കിൽ സൈന്യത്തിനോ ലോകരാജ്യങ്ങളെ അടക്കി വാരുന്ന ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു അധികാരമാണ് ദൈവം തന്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്നത്, ദൈവമക്കൾക്ക് നൽകുന്നത്. ലോകം ഒരുപക്ഷെ അത് ഇങ്ങോട്ട് അംഗീകരിച്ചില്ലെങ്കിലും നമുക്ക് പ്രശ്നം, നമ്മൾ അവരെ അംഗീകരിപ്പിക്കാനൊന്നും പോകണ്ട, അധികാരം നമുക്കാണ്. അതുകൊണ്ടാണ് ദൈവമക്കൾ പറയുമ്പോൾ അത് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഏലിയാവ് അല്ലെങ്കിൽ ആഹാബ് രാജാവിന്റെ മുമ്പിൽ വന്ന കൊട്ടാരത്തിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ യാട്ടിൽ മഞ്ഞും മഴയും പെയ്യയില്ലെന്ന് ഏലിയാവിന്റെ വാക്കിന് മുമ്പിൽ ദൈവം ആകാശത്തെ അടച്ചു കിടഞ്ഞെങ്കിൽ അത് അധികാരമാകട്ടോ, അധികാരം. ആ അധികാരത്തെ ആഹാബ് രാജാവിനോ ഇസ്രായേലിനോ അവന്റെ സൈന്യത്തിനോ അവന്റെ അനുയായികൾക്കോ അവർ സേവിക്കുന്ന ദൈവങ്ങൾക്കോ അതിനെ നീക്കുവാൻ കഴിഞ്ഞില്ല. ഏലിയാവ് തന്നെ പിന്നെ പ്രാർത്ഥിച്ചപ്പോഴാണ് മഴ പെയ്തെന്ന് നമ്മൾ വായിക്കുന്നത്. അല്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മുടെ സഹോദരി, നിനക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട്. നീ നിന്റെ അധികാരത്തെ ഉപയോഗിക്കണം. അധികാരം നിന്റെ കയ്യിൽ ഉണ്ടായിട്ടും അതെടുത്ത് നീ പ്രയോഗിക്കാതെ വീണ്ടും നിരാശനായി ഇരിക്കുകയാണെങ്കിൽ ലോകശക്തികൾ നിന്നെ ചവിട്ടി മെതിക്കുമെന്ന്. ഹല്ലേലൂയ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, നീ ഒന്നിനാലും ഭാരപ്പെടരുത്. നീ ദൈവത്തിന്റെ മകനാ, നീ ദൈവത്തിന്റെ മകളാ. എന്നെ കിടക്കുന്ന യുവാക്കന്മാരോട് പറയട്ടെ, നീ ദൈവത്തിന്റെ സ്വന്തം മകനാണ്, മകളാണ്, പ്രിയ മക്കളാണ്. അവന്റെ രക്തം കൊണ്ട് നീ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവനാണ്. നിന്റെ പാപത്തിന്റെ കറകളെ കഴുകി വെടിപ്പാക്കി നിന്നെ ദൈവ ഭവനത്തിന്റെ അവകാശിയാക്കി വെച്ചിരിക്കുകയാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിന്റെ കഴിഞ്ഞകാല പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് അവൻ എറിഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. അറിയായ്മയുടെ കാലത്തെ പാപങ്ങളെ അവൻ ഗണ്യമാക്കുന്നില്ല. നീ എപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നു അപ്പോൾ സകല അധികാരത്തോടും കൂടി സർവാധികാരിയായിരിക്കുന്ന ദൈവത്തിന്റെ മകനായി മകളായി നിനക്ക് ജീവിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവവചനത്തിലേക്കൊക്കെ വന്ന് ഈ ദൈവവചനമൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കർത്താവിനോട് ഭയങ്കര സ്നേഹമാകട്ടോ. കർത്താവിന്റെ സ്നേഹമാണ് ഞാൻ ഈ വചനം പ്രസംഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ലോകപ്രകാരം ജീവിച്ച ഒരു പാപിയായി ജീവിച്ച എന്നെയൊക്കെ തെരഞ്ഞെടുത്തിട്ട് കർത്താവ് പറയാ, നീ സകലത്തിന്മേലും അധികാരിയാ, നിന്നെ അധികാരിയാക്കി വെച്ചേക്കുക, നീ സിംഹത്തിന്മേലും അണലുമേലും ഒക്കെ ചവിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാതിരിക്കാൻ കഴിയുമോ സഹോദര സഹോദരി? നമ്മൾ സന്തോഷിക്കാം. നമ്മൾ കർത്താവ് ഇത്രമാത്രമേ സ്നേഹിക്കുന്നുള്ളതിന്റെ തെളിവാണ് ഇതൊക്കെ കേട്ടോ. രക്തം ചെയ്യും. കർത്താവ് നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു, കർത്താവ് നിന്റെ കുടുംബത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു, കർത്താവിന്റെ ഭാര്യ എത്രമാത്രം സ്നേഹിക്കുന്നു, കർത്താവിന്റെ അപ്പനമ്മ എത്രമാത്രം സ്നേഹിക്കുന്നു, കർത്താവിന്റെ ഭർത്താവിനെ എത്രമാത്രം സ്നേഹിക്കുന്നു, നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു തിരിച്ചറിയണമെങ്കിൽ ഈ വാക്തത്വം നിന്ന് ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ശത്രുതയുണ്ട്, ഈ ലോകത്തിൽ അല്ലെങ്കിൽ പ്രതിസന്ധികളുണ്ട്. അതിനെ കണ്ട് നീ ഭയപ്പെട്ടു പോകരുത്. അപ്പൊ സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടുമെന്ന വാചനം പുറമെ വായിച്ചു നോക്കുമ്പോൾ മൃഗങ്ങളിന്മേലും ഇടയുന്ന ജന്തുക്കളിന്മേലും നമുക്ക് അധികാരമുള്ള കാര്യം തെളിയിക്കുക. എന്നാൽ ആത്മീയാർത്ഥത്തിൽ ദൈവം നമുക്ക് സാത്താന്റെ മേൽ തന്നിരിക്കുന്ന അധികാരത്തെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. വചനം വായിക്കുമ്പോൾ ഭൂമിയിലെ ആശ്ചര്യമായി നമ്മൾ ചിന്തിക്കുമ്പോൾ മൃഗത്തിന്മേലും അണലിന്മേലും അല്ലെ സർപ്പത്തിന്മേൽ ചവിട്ടുക നമുക്ക് അധികാരമാണെങ്കിലും ആത്മീയ അർത്ഥത്തിൽ ആത്മീയമായി വായിക്കുമ്പോൾ ദൈവസഭയ്ക്ക് ദൈവമക്കും വിരോധമായി പല്ലിളിച്ചു നിൽക്കുന്ന, കൊഞ്ഞനം കുത്തി നിൽക്കുന്ന ദുഷ്ടശക്തിയായിരിക്കുന്ന സാത്താന്റെ മേലുള്ള അധികാരമാണ് ദൈവം ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് സാത്താന്റെ മേൽ അധികാരമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ അല്ലേ സാത്താൻ പരാജയപ്പെട്ടവനാണ്, അവൻ പരാജയപ്പെട്ടവനാണ്, സ്വർഗം നഷ്ടപ്പെട്ടവനാണ്, സ്വർഗത്തിൽ വെട്ടേറ്റ് താഴോട്ട് വീണവനാണ്, അവൻ അധികാരം നഷ്ടപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ആ അധികാരം നഷ്ടപ്പെട്ടവനെ നീ ഒരിക്കലും ഭയപ്പെടേണ്ട. ആ അധികാരം നഷ്ടപ്പെട്ട സാത്താന്റെ മേൽ നിനക്ക് അധികാരമുണ്ട് ദൈവദാസീദാസരെ. ഹല്ലേലൂയ. സ്തോത്രം. അധികാരം നഷ്ടപ്പെട്ട സാത്താന്റെ പേരും നിനക്ക് ദൈവമക്കൾക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇത് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് പരാജയപ്പെട്ട ശത്രുവാണ് പിശാച്.
പിശാചാരാണ് പരാജയപ്പെട്ട ശത്രുവ. പരാജയപ്പെട്ട ശത്രുവിനെ കണ്ടിട്ട് നീ എന്തിനാ ഭയപ്പെടുന്നത്? നീ ജയിച്ചവന്റെ മുന്നാലെ. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിനക്ക് ദൈവം സകലവിധ അധികാരം തന്നിരിക്കുന്നു. കർത്താവ് പറയും, ഓടുവിൽ കർത്താവിൽ അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. എന്നിട്ട് പറയുക, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ള ജലരക്തം. പിന്നെ ആരോടാണ് നമുക്ക് പോരാട്ടമുള്ളത്? അതാണ് പിന്നെ പറയുന്നത്, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും ആകാശ മണ്ഡലത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ലേരിയ. അപ്പം ആ വാഴ്ചകളോടും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തിയോടും സ്വർഗത്തിലെ സകല ദുഷ്ടാത്മസേനയും ജയിപ്പാനുള്ള ഒരു അധികാരമാണ് കർത്താവ് നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. രക്തം ജയം. അല്ലേരി. അതുകൊണ്ട് ലോകശക്തികൾ ഒന്നടങ്കം എഴുന്നേറ്റ് വന്നാലും നീ ഭയപ്പെടണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാഷ്ട്രം, ലേരിയ, ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാഷ്ട്രത്തെ, ലേരിയ, തകർക്കുവാൻ ലോകശക്തികൾ എത്രയോ നാളുകളായി യുദ്ധതന്ത്രങ്ങൾ മെനയുന്നു, യുദ്ധതന്ത്രങ്ങൾ ഒരുക്കുന്നു. എത്രയോ മിസൈലുകൾ, എത്രയോ ബോംബുകൾ ഇസ്രായേലിൽ വർഷിച്ച് എന്തെല്ലാം സൂത്രങ്ങൾ പണിതു, എന്തെല്ലാം ചാരപ്രവൃത്തികൾ ചെയ്തു ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ. പക്ഷെ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല, ഇനിയോട്ട് സംഭവിക്കത്തുമില്ല. ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല, ഇനിയോട്ട് സംഭവിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തകർക്കുവാൻ ലോകശക്തികൾ എഴുന്നേറ്റാലും ആ എഴുന്നേൽക്കുന്ന ലോകശക്തികൾ തകരുന്നത് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇസ്രായേലിനുള്ള ബന്ധത്തിലും ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആമി സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടുവന്ന്. ലേരിയ. അതെ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്കൊരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. ആ അധികാരം നീ ഉപയോഗിക്കണം. എന്റെ നാവിലൂടെ അധികാരം പുറത്തു വരണം. നിന്നെ തകർക്കുന്ന, നിന്റെ കുടുംബത്തെ തകർക്കുന്ന, നിന്റെ ഭാവിയെ തകർക്കുന്ന, നിന്റെ തലമുറയ്ക്ക് നേരെ വ്യാപരിക്കുന്ന, നിന്റെ നന്മയെ തടയുന്ന, നിന്റെ വിജയത്തെ തടയുന്ന, നിന്റെ ആത്മജീവിതത്തെ തകർക്കുന്ന, നിനക്ക് നേരെ ഉയർന്നു നിൽക്കുന്ന വെല്ലുവിളികൾ, ലോകശക്തികൾ, അത് സിംഹം ഗർജിക്കുന്നത് പോലെ നിനക്ക് നേരെ കടന്നു വരാം. അല്ലേരിയ. ആണലി വിഷം ചീറ്റുന്നത് പോലെ നിനക്ക് നേരെ ശത്രുക്കൾ കടന്നു വരാം. അതിനെ കണ്ട് നീ ഭയപ്പെടണ്ട. അല്ലേരിയ. അതിനെ മെതിച്ചുകളെ ചവിട്ടുമുള്ള അധികാരമാണ് യേശു നിനക്ക് തന്നിരിക്കുന്നത്. അവിടെ അധികാരം നീ എടുത്ത്, നിന്റെ നാവിലെടുത്ത് അധികാരം പറഞ്ഞ് നീ പ്രാർത്ഥിക്കണം. ഈ വചനം നിന്നോടുള്ള ദൂതാകട്ടോ. കഴിഞ്ഞ കാലങ്ങളിൽ നീ ഒഴുക്കി കണ്ണുനീരുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നീ കടന്നുപോയ വേദനയുടെ അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ച സങ്കടങ്ങളുണ്ട്. ഇന്നും രാത്രിയുടെ യാമങ്ങളിൽ നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ. നിന്റെ ഹൃദയം തുടങ്ങി ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ. അതിനെ തന്നെ യേശുവിനെ പ്രവർത്തിക്കാൻ സമയമായി. രക്തം ചെയ്യാം. മല്ലേരിയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. നിന്റെ തകർച്ചയിൽ നിന്നെ ആമി കണ്ട്, നിന്റെ വീഴ്ചയിൽ നിന്നെ കണ്ട്, നിന്റെ വലിയ നാശത്തിൽ നിന്നെ കണ്ടിട്ട് പരിഹസിക്കുന്ന, മഞ്ജലിക്കുന്ന, നിന്നെ ദുഷിക്കുന്ന ചിലരുടെ മധ്യത്തിൽ ദൈവം നിന്നെ ഉയർത്താൻ പോവുക. രക്തം ചെയ്യാം. മല്ലേരിയ. നിനക്കൊരു ഉയർച്ച ദൈവം തരാൻ പോവുകയാണ്. നിന്റെ തകർച്ചകളെ മുഴുവൻ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ പരാജയങ്ങളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ ഇല്ലായ്മ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കണ്ണുനീര് അവന്റെ തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിനങ്ങളിൽ നീ കരഞ്ഞതൊക്കെ നിന്റെ കണ്ണുനീർ അവന്റെ തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. അവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടവൻ മറന്നു പോകുന്ന ദൈവമല്ലേശു. നിന്നെ മറക്കുന്നവനല്ലേശു. നിന്നെ സദാസമയം ഓർക്കുന്നവനാ. നിന്നെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുന്നവനാ. നിനക്ക് തീമതിനും കോട്ടയുമായും നിനക്ക് കാവലുണ്ട്. അവൻ നിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന ദൈവമാ. അതുകൊണ്ട് ആമി സിംഹത്തെ അണലിയെ നീ ഭയപ്പെടണ്ട. അല്ലേലൂയ. അത് ഉയർച്ച ദൈവം തരാൻ പോയ. അല്ലേലൂയ. രക്തം ജയം. നിന്റെ തകർച്ചകളെ മാറ്റാൻ പോകുന്നു. അല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്നേ. യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. വിശ്വസിക്കണം. അല്ലേ? ഈ ലോകത്തിന്റെ ഒരു ശക്തിക്ക് നിന്നെ തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ കുടുംബത്തെയും ദൈവം മാനിച്ചുയർത്താൻ പോവുകയാണ്. യോശുവ പറഞ്ഞതുപോലെ നിനക്ക് വരും ദിവസങ്ങളിൽ പാടി സ്തുതിക്കാൻ കഴിയും. ആമേ കർത്താവിന്റെ സാക്ഷ്യമായി നിൽക്കാൻ കഴിയും. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞതുപോലെ ആമേ നിനക്കും പാടി സ്തുതിക്കുവാനുള്ള അവസരത്തെ ദൈവം തരാൻ പോവുക. രക്തം ചെയ്യും. ഇന്ന് പകൽ കരഞ്ഞു കലങ്ങി കണ്ണുമായി ആരെങ്കിലും ഭവനത്തിനൊക്കെ തിരിപ്പുണ്ടെങ്കിൽ നീ നിരാശപ്പെട്ടു പോകണ്ട. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ദൂത് പറയുകയാണ്, ആലോചന പറയുകയാണ്, വ്യക്തിപരമായ ആലോചന പറയുകയാണ്. സിംഹത്തിന് അണലിമേൽ ചവിട്ടുവന്ന് ആമെ മാരകമായ രോഗങ്ങൾക്ക്, വ്യാധികൾക്ക് നീ വിധേയരായി. ആമെ കടക്കണി കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയാതെ ബിസിനസ് തകർന്ന്, കൃഷി തകർന്ന്, ക്ഷീരമേഖല മുഴുവൻ തകർന്ന്, ആമെ എല്ലാ മേഖല നീ ഒറ്റപ്പെട്ട കണ്ണുനീർ എല്ലാവരും ഇതിനെ വിടക്കെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ അല്ലേരി നീ ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ എതിരെ അല്ലേരിയ കർത്താവിനോട് ദൂത് പറയുക.
നീ ആ സിംഹത്തിന്മേലും അണരുമേലും നീ ചവിട്ട് വന്ന രക്തം ചെയ്യുക. കരമടിച്ചൊക്കെ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, സ്തോത്രം പറഞ്ഞാട്ട് അവൻ നിന്നെ മാനിക്കത്തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ പിശാചിന്റെ മേലും അന്ധകാരത്തിന്റെ ലോകാധിപതികളുടെ മേലും ആകാശങ്ങളുടെ ദുഷ്ടാത്മ സേനയുടെ മേലും നിനക്ക് അധികാരം കർത്താവ് തരികയാണ്. ഹല്ലേലൂയ. അപ്പൊ ഏദൻ തോട്ടത്തിൽ ദൈവം ശത്രുവിന്റെ തല തകർക്കുന്ന മത്സ്യനായി നമുക്ക് വാഗ്ദത്തം ചെയ്തു. ഏദൻ തോട്ടത്തിൽ ഹല്ലേലൂയ ആദമിനെ ഔവയും പാപത്തിലേക്ക് വീഴ്ത്തിക്കളഞ്ഞ, പാപത്തിലേക്ക് തള്ളിയിട്ട ഏദൻ പർദീസിൽ നിന്നവരെ പുറത്താക്കത്തക്ക നിലയിൽ ആദമിനും ഔവയ്ക്കും വന്നു പോയ പരാജയം, പാപത്തിൽ അവർ വീണ് കഴിഞ്ഞപ്പോൾ ആ പാപത്തിൽ വീണ സാത്താന്റെ തലയെ തകർക്കുന്ന, പാമ്പിന്റെ തലയെ തകർക്കുന്ന അധികാരമാണ് ദൈവം നിനക്ക് തന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഏദൻ തോട്ടത്തിൽ ദൈവം ശത്രുവിന്റെ തലയെ തകർക്കുന്ന മത്സ്യമായി വാഗ്ദത്തം ചെയ്തു. അവൻ സാത്താനെ നോക്കി, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കുമെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3:15. ഈ വചനം ജീവിക്കുന്ന വചനമാണ് കേട്ടോ. ഈ വചനം ജീവിക്കുന്ന വചനമാണ്. വെറും പേപ്പർ നാളുകളിൽ എഴുതി വെച്ച സാഹചര്യങ്ങളല്ല നമ്മൾ വായിക്കുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള ആത്മാവിൽ എഴുതി തന്ന ജീവന്റെ വചനമാണ് നാം വായിക്കുന്നത്. വായിക്കുകയും പറയുകയും പഠിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ വചനത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിലേക്ക് വ്യാപരിക്കും. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ അടച്ചു പൂട്ടിവെച്ച് തന്ത്രങ്ങളുണ്ട്. അതിനെ ഇത് പകൽ ദൈവം അഴിച്ചു മാറ്റും കേട്ടോ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം യേശു ക്രിസ്തു തന്റെ ആടിത്തറച്ച കാൽപാദങ്ങളിൽ, തന്റെ ആടിത്തറച്ച കൈകൾ അവന്റെ തുറന്ന വിലാപ്പുറങ്ങളിൽ നിന്ന് ഒഴുകിയ രക്തം, ഹല്ലേലൂയ, അവന്റെ കാലിൽ സ്തോത്രം എന്റെ ശുദ്ധീകരണമായിരുന്നു. യേശുവിന്റെ കാൽപാദങ്ങളിൽ കാരിരും പാണി അടിച്ചിറങ്ങിയപ്പോൾ കാൽപാദത്തിന്റെ ചീന്തിയ രക്തത്താൽ സർപ്പത്തിന്റെ തല തകർത്തും മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന ഹല്ലേലൂയ ഒക്കെയും വിടുവിച്ചു എന്നാണ് എബ്രായ ലേഖനം 2:14 വായിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും വാക്കി എടുത്തൊന്ന് വായിക്കാം. പറയാം, യേശു കാൽവരി ക്രൂശിൽ അവന്റെ കാൽപാദത്തിൽ ആണിയടിച്ചിറക്കിയപ്പോൾ, യേശുവിന്റെ കാൽപാദത്തിൽ പടയാളികൾ ആണിയടിച്ചിറക്കിയപ്പോൾ യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ വീണ ഒഴുകിയിറങ്ങിയ രക്തം പിശാചിന്റെ തലയെ തകർത്തു. ദൈവത്തെ സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുക. എന്നിട്ട് പറയുക, അവന്റെ തലയെ തകർത്തു. എന്നിട്ട് പറയുകയാണ് ഇബ്രാഹിം ലേഖനം 2:14 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവരും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അല്ലെങ്കിൽ ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൂതന്മാരെ സംരക്ഷണം ചെയ്യാനല്ല കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന. പിന്നെ ആരെയാ? അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്ത് പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് നിത്യതയുടെ അവകാശി ഈ അധികാരം ഒന്ന് കൈമാറാൻ വേണ്ടിയിട്ടാണ് പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിലേക്ക് അയച്ചത്. രക്തം ചെയ്യും. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? പ്രഭാതത്തിൽ ഈ വചനത്തിലെ ശക്തി നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങട്ടെ. പ്രഭാതത്തിൽ ഈ വചന ശക്തി നിന്റെ ശരീരമാകുന്ന കൂടാരത്തിൽ ഇറങ്ങട്ടെ. ഈ സ്വാമി പ്രഭാതത്തിൽ വചനത്തിന്റെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ വചനം നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ ദൈവത്തെ കൊണ്ട് സ്തുതിക്കുന്ന ചില വിടുതലുകൾ ദൈവം നൽകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചില വിടുതലുകൾ നിന്റെ കുടുംബത്തിനകത്ത് ദൈവം അയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വീണ്ടും നാം വചനം വായിക്കുമ്പോൾ ശത്രുവിന്റെ പോരാട്ടങ്ങൾ, മന്ത്രവാദങ്ങൾ, പരീക്ഷകൾ, പരിശോധനകൾ, മതതന്ത്രങ്ങൾ എന്തുവേണ്ട സ്തോത്രം, ചില വരത്തുപോക്കന്റെ ശക്തികളെ, ചില ഗൂഢതന്ത്രങ്ങളെ, നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ചില ആഭിചാര പോരുകളെ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിർവീര്യമായി മാറുകയാണ്. ഹല്ലേലൂയ. അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ഈ വചനം പറയുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ഭവനത്തോട് നിന്റെ മക്കളോടും വ്യാപരിക്കുന്ന ശത്രുവിന്റെ പോരാട്ടങ്ങളും മന്ത്രവാദ ശക്തികളും അല്ലെങ്കിൽ ആഭിചാര ശക്തികളെയും കൂടോത്രങ്ങളെയും സകല ശുദ്ര പ്രയോഗങ്ങളെയും എല്ലാ വരുത്തുപോക്കളെയും ദേശത്തെ ശക്തികളെയും ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തെ നിന്റെ നന്മയെ തകർക്കാൻ ശ്രമിക്കുന്ന സകല പൈശാചിക ശക്തികളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിച്ച് പുറത്താക്കിയ അത് നിന്റെ കുടുംബം വിടുവിക്കപ്പെട്ട, ശരീരം
ശരീരം വിടുവിക്കപ്പെടണം, മനസ്സ് വിടുവിക്കട്ടെ, ഹൃദയം വിടുവിക്കപ്പെടട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് അരാജകത്വങ്ങൾ മാറിപ്പോകട്ടെ, കണ്ണുനീര് മാറിപ്പോകട്ടെ, എന്റെ കുടുംബത്തിനകത്ത് ഇരുളിന്റെ ശക്തികൾ മാറട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിന്റെ പ്രകാശം നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടു വരികയാ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ വെളിച്ചം യേശു നിന്റെ കുടുംബത്തിലേക്ക് വന്നാൽ പിന്നെ നീ ഒന്നിനും ഭയപ്പെടണ്ടെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം അതാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ സാത്താന്റെ കയ്യിൽ നിന്നും യേശു ഹല്ലേലൂയ പറിച്ചെടുത്തു എന്നാണ് ഹല്ലേലൂയ നമ്മൾ വെളിപ്പാട് പുസ്തകം 1:18 കാണുന്നത്. അതേ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ യേശു കർത്താവാണ്. അല്ലെ, സാത്താനെ നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സാത്താനെ നോക്കി അവനെ ആട്ടി ഓടിക്കണം കേട്ടോ. സാത്താനെ കാണുമ്പോൾ, പിശാചിനെ കാണുമ്പോൾ നീ ഒളിക്കാതെ, നീ അവരെ കണ്ട് ഭയപ്പെടാതെ, സാത്താൻ നിനക്കെതിരെ തന്ത്രം വരും, പിശാച് നിനക്കെതിരെ തന്ത്രം വരും, അവനെ ആട്ടി ഓടിക്കണം. അല്ലേ, അവനെ ആട്ടി ഓടിക്കണം. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു സഹോദരൻ അല്ലേ, അവൻ ഭൂതം വിളകി കഴിഞ്ഞ് പല തന്ത്രങ്ങളാണ് ചെയ്യുന്നത്, പല കോഷ്ടികൾ കാണിക്കും. പല കോഷ്ടികൾ കാണിച്ച് പഠിക്കാൻ കഴിയാത്ത ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവദാസന്, അധ്യാപകന് പഠിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നം ഉണ്ടാകും. കാരണം ഭൂതം വിളകി. അങ്ങനെ ആ മനുഷ്യൻ, ഞങ്ങളെ പഠിപ്പിക്കുന്ന ആ മനുഷ്യൻ ബേബി സാറായി എന്ന് പറയുന്നത്, ബേബി സാർ എന്ത് ചെയ്യും, ശക്തമായിട്ട് പ്രാർത്ഥന നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു ദിവസം ചൂലെടുത്തുകൊണ്ട് വന്ന് ഇവന്റെ മേൽ വ്യാപരിക സാത്താനെ അടിച്ചിറക്കി എന്നുള്ളതാണ്. ഈ ദിവസം പറയും, നിന്നെ ചൂട് കൊണ്ട് അടിക്കും സാത്താനെ, പിശാചെ, നീ ഇവനെ വിട്ടു പോകാൻ പറഞ്ഞു. അല്ലേ എന്ന് പറഞ്ഞാൽ ചൂട് കൊണ്ട് അടിച്ചിറക്കണം ഇവനെ. ഞാൻ ഇന്നും ആ ദൈവദാസൻ ഞങ്ങൾ പഠിപ്പിച്ച കാര്യം ഞങ്ങൾ ഇന്നും ഓർക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് സാത്താനെ നീ ആട്ടി ഓടിക്കണം, വിരട്ടി ഓടിക്കണം. അവനെ നീ ആട്ടി ഓടിക്കണം, വിരട്ടി ചൂടെടുത്ത് അടിച്ചോടിക്കണം. അവൻ പരാജയപ്പെട്ടവനാണ്, അധികാരമുള്ള ഇല്ലാത്തവനാണ്. ലഹരിയ. പിന്നെ നീ എന്തിനാണ് അവനെ ഭയപ്പെടുന്നത്? രക്തം ചെയ്യും. വല്ലേരിയ. അതെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, എന്നെ കേൾക്കുന്ന ദൈവദാസനെ ദാസിയെ, നിങ്ങൾ ഏത് മതവിഭാഗത്തിൽ നിന്നാണ് യേശുവിനെ സ്വീകരിച്ചാലും യേശുക്രിസ്തുവിലേക്ക് വന്നാലും നിങ്ങൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ അധികാരം നിനക്ക് തന്നെയാണ്. പ്രൈസറോ. നിന്റെ മേലുള്ള അധികാരം യേശു തന്ന ലോകം തന്നതല്ല. ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ, ഇവിടുത്തെ അധികാരികൾ, ഭരണ സംവിധാനങ്ങൾ തന്ന അധികാരമല്ല നിനക്കുള്ളത്. നിനക്ക് തന്ന അധികാരം യേശുവാ. ഈ സർവ്വലോകത്തിന്റെ അധികാരിയായ യേശുവാണ് നിനക്ക് അധികാരം തന്നത്. ആ അധികാരമാണ് നീ പ്രയോജനപ്പെടുത്തേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ലൂക്കോസിന് വിശേഷം 10:19 വായിക്കപ്പെടുന്നതും കാണുന്നുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്കൊരു ദോഷം വരുത്തുകയില്ല. ഒന്നും നിങ്ങൾക്കൊരു ദോഷം വരുത്തത്തില്ലെന്നാണ്. കാരണം അധികാരമുള്ളവരാണ് ദൈവമക്കൾ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങൾ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാലത്രേ സന്തോഷിപ്പീൻ. അതെ, കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവും പിതാവായി സ്വീകരിക്കുന്ന ദൈവത്തിന്റെ പൈതലിന്റെ പേര് സ്വർഗത്തിലെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. സ്വർഗത്തിലെ പുസ്തകത്തിൽ നിന്റെ പേരുള്ളിടത്തോളം കാലം പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും നീ ചവിട്ടും. അല്ലെ എന്ന് പറഞ്ഞാൽ സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടുവെന്നാണ്. അധികാരം നിരക്ക. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതുകൊണ്ട് ലോകശക്തികളെ കണ്ട് നീ ഭയം തോടരുത് കേട്ടോ. അല്ലെങ്കിൽ വിശ്വാസത്തെ ക്ഷീണിച്ചു പോകരുത്. വിശ്വാസത്തെ നിവർന്നു നിൽക്കണം, താനെ ഉയർത്തി നിൽക്കണം. സാത്താൻ നിന്നെ കണ്ട് ഓടണം. ഹല്ലേലൂയ. നീ സാത്താനെ കണ്ട് ഓടരുത്, നിന്നെ കണ്ട് സാത്താൻ ഓടണം. ഹല്ലേലൂയ. പ്രൈസറോ. ഹല്ലേലൂയ. നീ ദൈവവചനത്തിൽ വിശ്വസിക്കേ. ദൈവവചനമാണ് നിന്നെ നിലനിർത്തിയത്. കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ കർത്താവ് നിനക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ, നന്മകൾ ഓർത്താൽ, നിന്നെ വിടുവിച്ചതോർത്താൽ, മരണകരമായ അനുഭവത്തിൽ നിന്ന് കടന്നുപോയില്ലേ? മരണം നിന്റെ മുമ്പിൽ വന്നില്ലേ? മരണം നിന്നെ തട്ടിയെടുക്കുന്ന വിധത്തിൽ വന്നില്ലേ? പാപങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ പിശാച് നിനക്കെതിരെ പോരാടിയില്ലേ? നിന്റെ തലമുറയിൽ, നിന്റെ കുടുംബത്തിന്റെ ജീവിതത്തിന്, ജോലി, ബിസിനസ് തകർക്കാൻ പിശാച് പല പദ്ധതികൾ ആവിഷ്കരിച്ചില്ലേ? ഇന്ന് നീ കണ്ണുനീരിന്റെ നടുവിലാണോ? ഈ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത് നിന്നെ ദൈവം വിടുവിക്കാൻ പോകും. നിന്റെ പരാജയത്തെ മാറ്റിയിട്ട് ദൈവം നിന്നെ ഉയർത്താൻ പോകുക. രക്തം ചെയ്യും. വല്ലേരിയ. നിന്റെ പരാജയത്തെ മാറ്റി നിന്നെ ദൈവം ഉയർത്താൻ പോകുക. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേട്ടെ. അതേ ദൈവത്തെ ജനമേ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരത്തും കൊണ്ട് പിശാചിനെ നിങ്ങൾ തോൽപ്പിക്കണം. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം കൊണ്ട് നിങ്ങൾ പിശാചിനെ തോൽപ്പിക്കണം. നിങ്ങൾ ജയം പ്രാപിക്കാൻ മാത്രമല്ല, പിശാചിന്റെ പിടിയിൽ അകപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ട് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ
ആമേൻ. നിങ്ങൾ ജയം പ്രാപിക്കും മാത്രമല്ല പിശാചിന്റെ പിടിയിൽ നിങ്ങൾ അകപ്പെടാതിരിപ്പാൻ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. സകല നാമത്തിനും മേലായ നാമമുള്ളവൻ യേശുക്രിസ്തു. ഒന്നുകൂടെ പറയട്ടെ, സകല നാമത്തിനും മേലായ നാമമുള്ളവൻ യേശുക്രിസ്തു. സകല അധികാരത്തിനും മുകളിൽ അധികാരമുള്ളവൻ യേശുക്രിസ്തു. ഹല്ലേലൂയ. യേശു മാത്രമാണ് എല്ലാത്തിന്റെ കൂട്ടായവൻ. ഹല്ലേലൂയ. ആമീൻ. അതുകൊണ്ട് യേശുക്രിസ്തു തീർച്ചയായും നിങ്ങളെ പരാജയത്തിൽ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. വിശുദ്ധ ജനമായി ഇതിനെ നിലനിർത്തുക തന്നെ ചെയ്യും. ലോകം, ജഡം, പിശാചിവകളെ നീ ജയിക്കും. ഒന്നും നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല. നീ അതിനെ അതിജീവിക്കും. ലോകം, ജഡം, പിശാചിനെ നീ ജയിക്കും. അല്ലേ? അത് ലോകം, ജനം, പിശാചിനെ നീ ജയിക്കണം. അതിനാണ് നിനക്ക് അഭിഷേകം ദൈവം തരുന്നത്. അതിനാണ് ദൈവം നിനക്ക് കൃപ നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്ക്. ദൈവത്തിന് ഉറപ്പോടെ നിൽക്ക്. ദൈവം നിനക്ക് അനുകൂലമാണ്. ദൈവം നിനക്ക് അനുകൂലമാണ്. പിന്നെ നിനക്ക് നീ എന്തിന് സിംഹത്തെ അണലി നീ ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. രക്തം ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിലെ ഭൂതങ്ങളെ പുറത്താക്കും. പുതുഭാഷകൾ സംസാരിക്കും. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായ യാതൊന്ന് കടിച്ചാലും ഹല്ലേലൂയ അവർക്ക് ഹാനി വരികയില്ല. രോഗികൾ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് മർക്കോസിന് സുവിശേഷം 16-17 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. സർപ്പങ്ങളെ പിടിച്ചെടുക്കുമെന്ന്. ഹല്ലേലൂയ. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. നിനക്ക് ഒരു ദോഷവും വരാത്ത വിധത്തിൽ സർപ്പത്തെ നീ പിടിച്ചെടുക്കും. നീ അതിന്റെ തലയെ തകർക്കും. ഹല്ലേലൂയ. നമ്മൾ കാണുന്ന സംഭവങ്ങളൊക്കെ അല്ലേ. ഹല്ലേലൂയ. അതുകൊണ്ട് നീ സർപ്പത്തെ, പാമ്പിനെ പേടിക്കരുത്. പണ്ട് എന്തോ ഒരു ജീവിയായിരുന്നു, എന്തോ ഒരു രൂപത്തിലായിരുന്നു. ആദമിനെ ഒരു പാപത്തിൽ വീഴ്ത്തി കഴിഞ്ഞപ്പം ദൈവം ശപിച്ച ആ ഇഴജാതിയാണ്. ആ ശാപമാണ് അവൻ നിരത്തെ പൊടി അത്രമാത്രം അതപ്പതിലേക്ക് തള്ളിക്കളഞ്ഞ അതിനെ നീ ഭയപ്പെടരുത് കേട്ടോ. ഹല്ലേലൂയ. രക്തം ജയം നിനക്കാം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ പറയാം. ഹല്ലേലൂയ. നമ്മൾ വെളിപ്പാട് പുസ്തകം 12-11 വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്ന് വായിച്ചതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. വെളിപ്പാട് പുസ്തകം 12-11 വാക്യം അല്ലേ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല എന്നവർ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ വാചനം വായിക്കുമ്പോൾ സ്വർഗത്തൊരു യുദ്ധം നടക്കുന്നതാണ്. മീകായേലും മഹാസർപ്പം തമ്മിൽ യുദ്ധം നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 12:7 പിന്നെ സ്വർഗത്തൊരു യുദ്ധം ഉണ്ടായി. മീകായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചിരുതാണ്. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെ അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞത് കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ രാപ്പകൽ ദൈവത്തിന് കുറ്റം പറയുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അല്ലേ? എന്നിട്ട് പറയാണ്, അവർ അവനെ കുഞ്ഞാടിൻ രക്തം ഹേതുവായിട്ടും അല്ലെങ്കിൽ തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. ഭാഗം വിവരിക്കണമെന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് നാളെ നമുക്ക് ഭാഗം വിവരിക്കേണ്ടത് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലേ? അത് നീ സകലത്തെ ജയിക്കണം. വായിച്ച വർഗത്തിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. സിംഹത്തിന്മേൽ അണലിമേലും ചവിട്ടും ബാലസിംഹത്തെ പെരുമാനി മെതിച്ചു കളയും. സങ്കടപ്പെട്ട് മനസ്സ് കലങ്ങി ഭാരപ്പെടുകയും ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവദാസിദാസന്മാർ ദൈവജനത്തോട് ഭക്തന്മാർ പറയട്ടെ, നീ ലോകത്തെ ജയിക്കണം. നീ പാപത്തെ ജയിക്കണം. സിംഹത്തെ ഈ ലോകശക്തികളെ നീ ജയിക്കണം. നീ പരാജയപ്പെട്ടവൻ. നീ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാ. കണ്ണുകളടച്ചാട്ട് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോക രാജ്യങ്ങൾ 800 കോടിയിലധികം ജന തലമുറകൾ എണ്ണത്തിപ്പെടാത്തവർ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ നേതാവ്, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടണ നേതാവ്, ഗോത്രങ്ങളെ, ദ്വീപുകൾ, ആദിവാസി ട്രൈബുകളെ, ജനത്തെധികാരികളെ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, ഹല്ലേലൂയ, സൈന്യത്തിനായി പ്രാർത്ഥിക്കുക. ക്രമസമാധാന അപാര നീ നിർമ്മാണ രംഗത്തിൽ ലേഖസ്ഥാന വിഭവങ്ങളെ, കർത്താവിയുടെ പോലീസിന്റെ ശിക്ഷകളെ, കർത്താവ് സ്തോത്രം, ജുഡീഷ്യൽ ഭാഗങ്ങളെ, കർത്താവ് സകലം വിരുദ്ധമായ ആരോഗ്യ, വിദ്യാഭ്യാസ, സാമ്പത്തിക, എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരെയും
കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവി കടലിലും കർത്താവി ഹമ്മിക്കടലും കരയിലും വാഹനം പിടിക്കുന്നവർ, ആകാശമാർ വാഹനം പിടിക്കുന്നവരെ, എല്ലാവരും ഓർത്തുവാൾ വാഹനം സെയിൽസ് ചെയ്യുന്നവരെ, കടലിലൂടെ തീരദേശ മത്സ്യബന്ധനം കടന്നുപോയിരിക്കുന്നവർ, കരികളും കമ്പിലും ഭാഗത്തും ചോദിക്കുന്നവർ, വലുതും ചെറുതുമായ എല്ലാ വ്യാപാരികൾ, വ്യവസായികൾ, വഴിയോര കച്ചവടക്കാരെ, സാമി കർത്താൻ കൺഷൻ മെക്കാനിക് മോട്ടോർ യൂണിറ്റ് കത്തായിരിക്കുന്ന എല്ലാ ഭരണപ്രദേശ പാർട്ടികളെ, എല്ലാ മത സാമൂഹ്യ സംസ്കാരത്തിന്റെ രംഗത്ത് നിൽക്കുന്നവരെ, ഭരണപ്രദേശ പാർട്ടികളെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. നിരാശ ദുഃഖിതമായിരിക്കുന്നു, ബിസിനസ് തകർന്നവർ, കൃഷി തകർന്നവർ, ക്ഷീരമേഖലയിൽ പരാജയപ്പെട്ടവർ, ജോലി നഷ്ടപ്പെട്ട, വിസ നഷ്ടപ്പെട്ട, വിദേശത്ത് കട്ടത്തയക്കുന്നവർ, നാട്ടിൽ കിടന്നിടങ്ങളുടെ ഭാരപ്പെടുന്ന കുടുംബജീവിതം തകർന്ന കുടുംബജീവിതത്തിന്റെ ഫലമായി കിടക്കുന്നവർ, ഡിവോഴ്സിലോ കേസിലോ കുടുങ്ങിക്കിടക്കുന്നവരെ, അമ്മ തലമുറയില്ലാതെ മഹാവ്യാധിയാൽ ഭാരപ്പെടുന്ന പലതിനെ ഭയപ്പെട്ട് ഭയന്ന് ഭവനത്തിന്റെ കണ്ണുനീരിന്റെ അരികിലൂടെ കടന്നു പോകുന്ന ശാപത്തിലും പാപത്തിലും രോഗത്തിലും വേദനയിലും അകപ്പെട്ട് കിടക്കുന്ന സകല കുടുംബങ്ങളിലോ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിടുവിച്ച് പ്രാർത്ഥിക്കുകയാണ്. ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യൗവനത്തിൽ വാർത്തത്തിൽ ചോട്ടഞ്ഞു തടവറയിലായിരിക്കുന്ന സകല ജനത്തെയും പലവിധമായി ക്രിമിനൽ കേസുകൾ അകപ്പെട്ട് കിടക്കുന്നവർ, നിരാശ ദുഃഖിതമായിരിക്കുന്ന ജന്മനാ വൈകല്യമുള്ളവർ, മാനസികമായി തകർത്തിരിക്കുന്നവരെ, മെന്റൽ പോസ്റ്റിലായിരിക്കുന്നവരെ ഒക്കെ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മകൾ വിടുതലക്കര നീട്ടുമാറാകണമേ. മനുഷ്യനെ ഭയപ്പെടുത്തുന്ന, മനുഷ്യനെ തകർക്കുന്ന എല്ലാ രോഗത്തിന്റെ എല്ലാ അന്ധകാരശക്തികളും നീക്കം ചെയ്യണം. തീവ്രവാദങ്ങൾ, ഭീകരം, വർഗീയവാദങ്ങൾ, തകരട്ടും മദ്യത്തിൽ മയക്കും ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്നവർ, നിരാനുഭവത്തിൽ അസന്നായിരിക്കുന്നത് ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബങ്ങൾ കാണുന്നതിനിടയിലൂടെ സങ്കടത്തിലൂടെ കടന്നു പോകുന്നവകൾ സാഗരത്തിന് ഒരു ജയം ദൈവം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ദൈവജനം അധികാരമുള്ള തിരിച്ചറിഞ്ഞ് മനസ്സുപതി രൂപാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ മക്കളായി മാറും ഞങ്ങൾ ജനത്തെ അവകാശം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. സകലത്തിന്മേൽ നീതി വെളിപ്പെടുത്തിയാട്ട് യേശു കർത്താവിന്റെ വിലയേറെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.